നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻപയർ തോരൻ തയ്യാറാക്കിയാലോ. വൻപയറിൻ്റെ കൂടെ പപ്പായയും കൂടി ചേർത്താണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. പപ്പായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. പപ്പായയിലെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ചട്ടിയിലേക്ക് കഴുകിയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഇതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 3-4 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് ചതച്ചതിന് ശേഷം കറിവേപ്പില കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. പയറിലെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞെടുത്തതാണ്. പപ്പായയിലെ വെള്ളമെല്ലാം അപ്പോൾ നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി വരണം. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുക്കാം. പപ്പായയിലെ വെള്ളമെല്ലാം ഇപ്പം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പെല്ലാം നന്നായി എല്ലായിടത്തും വറ്റക്കുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൻപയർ തോരനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ തോരനിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കൂടി താളിച്ചൊഴിക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളകെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.